നമസ്കാരം. ഷെക്കിന ന്യൂസിന്റെ എല്ലാ പ്രേക്ഷകർക്കും നൈറ്റ്സ് ടെംപ്ലറിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്ന് സാമൂഹിക മാധ്യമങ്ങളിലൂടെയും മറ്റും ഏറ്റവും അധികം വിമർശിക്കപ്പെടുകയും പരിഹസിക്കപ്പെടുകയും ചെയ്യുന്ന ഒരു വിഭാഗമാണ് ക്രൈസ്തവ സന്യസ്തർ. ആരെങ്കിലും എവിടെയെങ്കിലും ഒരു തെറ്റ് ചെയ്താൽ അത് ജനറലൈസ് ചെയ്ത് എല്ലാവരുടെയും തെറ്റാക്കി മാറ്റുന്ന ഒരു പ്രവണത ഇന്ന് വർദ്ധിച്ചു വരികയാണ്. പ്രത്യേകിച്ചും അഭയ കേസ് പോലുള്ള സംഭവങ്ങളെ അടിസ്ഥാനപ്പെടുത്തി ക്രൈസ്തവ സന്യാസ ജീവിതത്തെക്കുറിച്ച് വളരെ മോശമായ രീതിയിലുള്ള വിമർശനങ്ങൾ, സഭയ്ക്ക് അകത്തും പുറത്തും ഉള്ളവർ നടത്തുന്ന പ്രചരണങ്ങൾ, അതുമല്ലെങ്കിൽ സഭ വിട്ടുപോയ ചില സന്യസ്തരുടെ വാക്കുകൾ, ഇവയെല്ലാം വിശ്വാസികളുടെയും മറ്റും ഇടയിൽ തെറ്റിദ്ധാരണ പരത്താൻ പര്യാപ്തമാണ്. ഇതിലെല്ലാം എന്തെങ്കിലും സത്യമുണ്ടോ? ഇവർ പറയുന്ന ആശയങ്ങളിൽ എന്തെങ്കിലും കഴമ്പുണ്ടോ? ഈ വിഷയത്തെക്കുറിച്ച് പ്രേക്ഷകരുടെ ഭാഗത്തു നിന്നും ലഭിച്ച ചില സംശയങ്ങളാണ് നൈറ്റ്സ് ടെംപ്ലർ ഇന്ന് ചർച്ചയ്ക്കെടുക്കുന്നത്. ഇതിനായി നമ്മോടൊപ്പം ഇന്ന് ചേരുന്നത് മാതൃവേദി ഗ്ലോബൽ ജനറൽ സെക്രട്ടറിയായ ആൻസി മാത്യു ആണ്. ചേച്ചി, വളരെ സ്വാഗതം നൈറ്റ്സ് ടെംപ്ലറുടെ ഈ എപ്പിസോഡിലേക്ക്. സ്വാഗതം ചേച്ചി, ഇന്ന് സാമൂഹിക മാധ്യമങ്ങളിലും മറ്റുമായിട്ട് നമ്മൾ വളരെ അറിയുന്ന ഒരു കാര്യമാണ്, നമ്മുടെ സിസ്റ്റേഴ്സിനെ കുറിച്ച് അല്ലെങ്കിൽ വൈദികരെ കുറിച്ച് വളരെ മോശമായ കാര്യങ്ങൾ, അവരുടെ ജീവിത രീതിയെ കുറിച്ചൊക്കെ വളരെ മോശമായ രീതിയിലുള്ള പ്രചരണങ്ങളും അവതരണങ്ങളൊക്കെ നമ്മൾ സാമൂഹിക മാധ്യമങ്ങളിൽ കണ്ടുവരുന്നുണ്ട്. ചേച്ചി, എന്ത് തോന്നുന്നു നമ്മുടെ ക്രൈസ്തവ സന്യാസ സഭകളെ കുറിച്ച് അല്ലെങ്കിൽ ക്രൈസ്തവ സന്യാസ ജീവിതത്തെ കുറിച്ച് ഇത്തരം വ്യാജ പ്രചരണങ്ങൾ ഉണ്ടാകുന്ന കാരണം എന്താണെന്നാണ് ചേച്ചിക്ക് തോന്നുന്നത്? കന്യാസ്ത്രീകളുടെ ജീവിത രീതിയെ കുറിച്ച് തെറ്റായ ആശയങ്ങൾ പ്രചരിപ്പിക്കുന്നത് അവരെ കുറിച്ചുള്ള അജ്ഞത മൂലമാണ്. കത്തോലിക്ക സഭയിൽ സമുന്നതമായ ഒരു സ്ഥാനമാണ് ഈ കന്യാസ്ത്രീകൾക്കുള്ളത്. ഇത് എല്ലാവർക്കും കിട്ടുന്ന ഒന്നല്ല. ഒരു ഫാൻസി ഡ്രസ്സിന് വേണ്ടിയോ അല്ലെങ്കിൽ ഒരു അഭിനയത്തിനായി നാടകത്തിനൊക്കെ വേണ്ടിയോ നമുക്ക് ഈ വേഷം ധരിക്കാം. പക്ഷേ എന്നാൽ ജീവിതത്തിൽ ഈ വസ്ത്രം ധരിക്കണമെങ്കിൽ അതൊരു ദൈവവിളി തന്നെയാണ്. വിശ്വാസ ജീവിതത്തിന്റെ ത്യാഗമാണ് ഓരോ കന്യാസ്ത്രീമാർ. പൊതു സമൂഹത്തിന് വേണ്ടി നന്മ ചെയ്യുവാൻ ഞങ്ങൾ പ്രാർത്ഥിച്ചൊരുക്കിവിട്ടവരാണ് ഈ കന്യാസ്ത്രീകൾ. അവരുടെ സേവനങ്ങൾക്ക് ഒരിക്കലും വിലയിടാൻ പാടില്ല. അത്രയ്ക്ക് നിസ്വാർത്ഥമായ സ്നേഹമാണ് അവരുടേത്. സ്വന്തം അമ്മയുടെ സ്നേഹത്തിന് ആരെങ്കിലും കണക്ക് പറയുന്നു? കന്യാസ്ത്രീമാരെ കുറിച്ചുള്ള ഓരോ ആക്ഷേപവും അവരെ പറ്റിയുള്ള അജ്ഞതയുടെ വിളംബരമാണ്. ഒരിക്കലും സഭയ്ക്ക് വേണ്ടി മാത്രമല്ല അവർ ശുശ്രൂഷ ചെയ്യുന്നത്, പൊതു സമൂഹത്തിന് വേണ്ടിയാണ്. നമുക്കറിയാം, അഗതികളും അനാഥരായിരിക്കുന്നവരും കൊച്ചു കുഞ്ഞുങ്ങൾ ഉപേക്ഷിക്കപ്പെട്ടവരും ഒക്കെ ആയിട്ടുള്ള ഒത്തിരി മന്ദിരങ്ങൾ ഇന്ന് ഈ സമൂഹത്തിലുണ്ട്. അവിടെയൊക്കെ അവരുടെ കുടുംബം ഒക്കെ വിട്ട് അവരുടെ സ്വന്തം കുടുംബത്തിലെ അംഗങ്ങളെ പോലെ അവരെ നോക്കുന്നത് ഈ അമ്മമാരാണ്. അതുകൊണ്ട് ഒരിക്കലും അവരുടെ നിസ്വാർത്ഥമായ സേവനത്തെ നമുക്ക് അവഹേളിക്കാൻ സാധിക്കുകയില്ല. കാരണം ഇവരെ കുറിച്ച് ഇത് പറയുന്നത് ഓരോരുത്തരുടെയും അജ്ഞത മൂലമാണ് എന്ന് തന്നെയാണ് എനിക്ക് പറയുവാനുള്ളത്. ചേച്ചി, വളരെ ശരിയാണ്. അവരെ കുറിച്ചുള്ള അവരുടെ ജീവിതത്തെ കുറിച്ച്, അവരെങ്ങനെ ആ ഒരു ജീവിതാന്തസ്സിലേക്ക് കടന്നു വന്നു എന്നതിനെ കുറിച്ച് കൃത്യമായ ധാരണയില്ലാത്തത് കൊണ്ട് തന്നെ ആയിരിക്കണം ഇവര് ഇങ്ങനെയുള്ള പ്രചരണങ്ങൾ നടത്തുന്നത്. ചേച്ചി, ഈ ഒരു അവസരത്തിൽ മറ്റൊരു സംശയമാണ്. അതായത് ഇപ്പൊ ചേച്ചി നേരത്തെ പറഞ്ഞു, ഒരുപാട് അഗതി മന്ദിരങ്ങളും കാര്യങ്ങളും വരുന്നത് അവിടെയുള്ളവരെ, ഉപേക്ഷിക്കപ്പെട്ടവരെയൊക്കെ നോക്കുന്നത് നമ്മുടെ അമ്മമാരാണ് എന്ന്. ഒരുപക്ഷെ അവരുടെ ആ സേവനത്തിന്റെ മൂല്യം മറച്ചു വെക്കാൻ വേണ്ടിയിട്ടാകുമോ ഇത്തരക്കാർ ഇത്തരത്തിലുള്ള വ്യാജ പ്രചരണങ്ങളുമായിട്ട് മുന്നോട്ട് വരുന്നത്? തീർച്ചയായിട്ടും അത് തന്നെയാണെന്നാണ് എനിക്ക് പറയാനുള്ളത്. നമ്മൾ ചെയ്യുന്ന സേവനങ്ങൾ, സിസ്റ്റേഴ്സ് ചെയ്യുന്ന സേവനങ്ങളെ, അത് പല സ്ഥലത്തും പോയി കണ്ട ഒരു വ്യക്തിയാണ് ഞാൻ. എന്റെ വീടിനടുത്ത് തന്നെ ഒരു ശിശുക്കളെ നോക്കുന്ന, എല്ലാ മതത്തിലും പെട്ട ആൾക്കാരെ നോക്കുന്ന 1 വയസ്സ് മുതൽ 16 വയസ്സ് വരെയുള്ള കുട്ടികളുണ്ട്. 3-4 സിസ്റ്റേഴ്സ് ആണ് അതിന്റെ മേൽനോട്ടം. എനിക്ക് വളരെ ആശ്ചര്യമാണ് തോന്നിയത്. കാരണം ആ കുഞ്ഞുങ്ങളുടെ കുഞ്ഞുനാൾ മുതലുള്ള കാര്യങ്ങളെല്ലാം, എല്ലാ ശുശ്രൂഷകളും എന്ത് ത്യാഗത്തോടെ, എന്ത് സ്നേഹത്തോടെയാണ് അവർ ചെയ്യുക. അവർക്ക് വീട്ടില് അവരുടെ കുടുംബാംഗങ്ങളെ നോക്കിയാൽ കിട്ടുന്നതിൽ കൂടുതൽ സന്തോഷമാണ് ഇതുപോലുള്ള മക്കളെ ഒരുമിച്ച് നോക്കുമ്പോൾ കിട്ടുക. അതുകൊണ്ട് എന്തുകൊണ്ടും അവരുടെ ശുശ്രൂഷ വളരെ വലുതാണ് എന്നതാണ് എന്റെ അഭിപ്രായം. വളരെ ശരിയാണ് ചേച്ചി. ഒരാളോ അല്ലെങ്കിൽ ഒരു സമൂഹത്തിൽപ്പെട്ട ഒരു വ്യക്തിയോ, ഒറ്റപ്പെട്ട സംഭവങ്ങൾ മാത്രമാണ് നമ്മൾക്ക് അറിയാൻ സാധിക്കുന്നത്. സിസ്റ്റേഴ്സ് ചിലര് സഭ വിട്ടുപോയി എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ അറിയുന്നത്. പക്ഷെ അതിന്റെ ബേസിസിൽ എല്ലാവരെയും നമ്മൾ ജനറലൈസ് ചെയ്ത് ഒരു അടച്ചാക്ഷേപിക്കുന്ന രീതിയിലാണ് ഇന്നത്തെ
അവതരണങ്ങൾ വരുന്നത് സാമൂഹിക മാധ്യമങ്ങളിലും മറ്റും. അത് ചേച്ചി പറഞ്ഞതുപോലെ വളരെ വ്യക്തമാണ്. സന്യാസ ജീവിത രീതിയെ കുറിച്ച്, സിസ്റ്റേഴ്സിന്റെ ജീവിതത്തെ കുറിച്ചൊന്നും കൃത്യമായ ധാരണ ഇല്ലാത്തത് കൊണ്ടാണ്. ചേച്ചി അതുപോലെ അതെ, ശരിയാണ്. അതുപോലെ മറ്റൊരു കാര്യം ഇന്ന് സാമൂഹിക മാധ്യമങ്ങളിൽ ഇതുപോലെയുള്ള ആൾക്കാർ പറഞ്ഞു പരത്തുന്ന മറ്റൊരു കാര്യമാണ്, നമ്മുടെ സിസ്റ്റേഴ്സ്, നമുക്ക് എല്ലാവർക്കും അറിയാം, ഇപ്പൊ യുവജനങ്ങൾക്ക് ക്ലാസ് എടുക്കാറുണ്ട്, അതുപോലെ വിവാഹിതരായവർക്ക് ക്ലാസ് എടുക്കാറുണ്ട്, വിവാഹിതരാവാൻ പോകുന്നവർക്ക് ക്ലാസ് എടുക്കാറുണ്ട് വിവാഹ ജീവിതത്തെ കുറിച്ച്. അപ്പോൾ ഇത്തരക്കാർ ഉന്നയിക്കുന്ന ഒരു ചോദ്യമാണ്, അല്ലെങ്കിൽ നമ്മുടെ പ്രേക്ഷകർ നമുക്ക് തന്നിരിക്കുന്ന, അത് കോട്ട് ചെയ്ത് നമ്മുടെ പ്രേക്ഷകർ നമുക്ക് തന്നിരിക്കുന്ന ഒരു ചോദ്യമാണ്, വിവാഹ ജീവിതം നയിക്കാത്ത സിസ്റ്റേഴ്സിന് എങ്ങനെയാണ് വിവാഹ ജീവിതത്തെ കുറിച്ച് പറയാനുള്ള യോഗ്യത എവിടുന്ന് കിട്ടി? ശരിക്കും നമ്മുടെ സിസ്റ്റേഴ്സിന് വിവാഹ ജീവിതത്തെ കുറിച്ച് സംസാരിക്കാൻ, അല്ലെ കുടുംബജീവിതത്തെ കുറിച്ച് സംസാരിക്കാൻ യോഗ്യതയില്ലേ? തീർച്ചയായും ഉണ്ട്. ലോകത്തിലെ എല്ലാ മതങ്ങളും മരണാനന്തര ജീവിതത്തിന്റെ മനോഹാരിത ചൂണ്ടിക്കാട്ടുന്നവയാണ്. ആ മതപണ്ഡിതന്മാരെല്ലാം മരണാനന്തര ജീവിതത്തെക്കുറിച്ച് ഘോരം പ്രസംഗിക്കുന്നവരുമാണ്. ഒരൊറ്റ ചോദ്യം, ഇവരിൽ ആരെങ്കിലും ഈ മരണാനന്തര ജീവിതം കണ്ടിട്ടുണ്ടോ, അനുഭവിച്ചിട്ടുണ്ടോ? ശരിയാണ്, ഇല്ല എന്ന് തന്നെയാണ് എന്റെ വ്യക്തമായ ഉത്തരം. അപ്പോൾ പിന്നെ വിവാഹം കഴിക്കാത്ത കന്യാസ്ത്രീകൾ കുടുംബജീവിതത്തെ കുറിച്ച് പറയുന്നതിൽ എന്താണ് തെറ്റ്? ഈ കന്യാസ്ത്രീമാരുടെ പക്കൽ കുടുംബജീവിതം നയിക്കുന്ന പലരും തങ്ങളുടെ ജീവിത അനുഭവങ്ങൾ പങ്കുവെക്കുന്നുണ്ട്. ഇതിൽ നോക്കി അവർക്ക് കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കുവാൻ സാധിക്കും. മികച്ച ഒരു ശസ്ത്രക്രിയ വിദഗ്ധൻ സ്വന്തം ഹൃദയം ഓപ്പറേറ്റ് ചെയ്തല്ല ഒരു മികച്ച ഡോക്ടർ ആകുന്നത്. തനിക്ക് പകർന്നു കിട്ടിയ അറിവുകൾ വിനിയോഗിച്ചുകൊണ്ടാണ്. അപ്പോൾ കുടുംബജീവിതം നയിക്കുന്നവർക്ക് അവരുടെ ബുദ്ധിമുട്ടുകള്, പ്രയാസങ്ങള്, അല്ലെങ്കിൽ അവരുടെ ജീവിത യാത്രകളൊക്കെ ഇവരുമായിട്ട് സംസാരിക്കുമ്പോൾ ഇവർക്ക് ആ അറിവിൽ നിന്നുകൊണ്ടാണ്, അല്ലെങ്കിൽ ഇവര് സഭ അവരെ പഠിപ്പിച്ച അറിവിൽ നിന്നാണ് അവര് കുടുംബജീവിതത്തിലെ വിവാഹിതരായിട്ടുള്ളവർക്ക് വേണ്ടി ക്ലാസ്സുകൾ നയിക്കുക. അത് അങ്ങനെ ക്ലാസ് എടുക്കുന്നതുകൊണ്ട് തെറ്റില്ല എന്ന് തന്നെയാണ് ഞാൻ പറയുക. ശരിയാണ് ചേച്ചി. അതിലുപരി എനിക്ക് തോന്നുന്നു സിസ്റ്റേഴ്സ് കുടുംബങ്ങളിൽ നിന്ന് വരുന്നവരാണ്, ഒരു അപ്പനും അമ്മയിൽ നിന്നും ഉണ്ടായവർ കൂടിയാണ്. അതുകൊണ്ട് കുടുംബത്തിന്റെ അന്തരീക്ഷം അവർക്ക് അറിയില്ല എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ശരിയല്ലേ? പറ്റത്തില്ല. ചേച്ചി, തിരിച്ച് നമ്മൾ കുടുംബ ജീവിതത്തിലേക്ക് വരുവാണെങ്കിൽ, അതായത് സിസ്റ്റേഴ്സ്, നമ്മൾ പറഞ്ഞു കുടുംബങ്ങളിൽ നിന്നാണ് സിസ്റ്റേഴ്സ് വരുന്നത്, അല്ലെങ്കിൽ അച്ഛന്മാര്, വൈദികര് വരുന്നത്. അപ്പം ഇപ്പൊ ഉയരുന്ന ഒരു വിമർശനമാണ്, നമ്മുടെ പെൺകുട്ടികളെയൊക്കെ ബ്രെയിൻ വാഷ് ചെയ്താണ്, അതായത് ക്രൈസ്തവ കുടുംബങ്ങളിലുള്ള പെൺകുട്ടികളെ ബ്രെയിൻ വാഷ് ചെയ്താണ് സന്യാസ മഠങ്ങളിൽ എത്തിക്കുന്നത് എന്ന്. ഈ ഒരു പ്രസ്താവനയോട് എന്താണ് ചേച്ചിയുടെ പ്രതികരണം? ഇന്നത്തെ യുവതലമുറയെ ബ്രെയിൻ വാഷ് ചെയ്യാൻ സാധിക്കുന്ന ഒരു സാഹചര്യത്തിലല്ല ഇന്ന് അവർ ജീവിക്കുക. ഇന്നത്തെ ലോകം അവരുടെ വിരൽത്തുമ്പിൽ അവർക്ക് എല്ലാം മുഴുവനായിട്ട് കാണാൻ സാധിക്കും. പലതിന്റെയും മേന്മയും പൊള്ളത്തരങ്ങളും ഒക്കെ അവർക്ക് മനസ്സിലാക്കാൻ സാധിക്കും. പിന്നെ എന്തിനാണ് ഒരു ബ്രെയിൻ വാഷ്? ഇതൊരു ദൈവവിളിയാണ്. ഞാൻ മുമ്പേ പറഞ്ഞല്ലോ, വിശ്വാസികള് പ്രാർത്ഥിച്ചൊരുക്കുകയാണ് നമ്മുടെ കന്യാസ്ത്രീകൾ. അല്ലാതെ ആരെയും ബ്രെയിൻ വാഷ് ചെയ്ത് വിളിച്ചുകൊണ്ട് വന്ന് മഠത്തിൽ ചേരണമെന്ന് നിർബന്ധിച്ച് ആരെയും ചേർപ്പിക്കില്ല. ഞാൻ സൺഡേ സ്കൂളിൽ പഠിപ്പിച്ച എന്റെ 2-3 കുട്ടികള് അവരിന്ന് ദൈവവിളി സ്വീകരിച്ച് സിസ്റ്റേഴ്സായിട്ട് ശുശ്രൂഷ ചെയ്യുന്നവരാണ്. അപ്പോൾ എനിക്ക് ആ കുഞ്ഞുങ്ങൾ അന്ന് കാണാൻ സാധിച്ച ആ ഒരു ചൈതന്യം, അല്ലെങ്കിൽ ഈശോയോടുള്ള അവരുടെ സഭയോട്, ഈശോയോടുള്ള അവരുടെ അടുപ്പം, ഇതൊക്കെ എനിക്ക് കാണാൻ സാധിച്ചിട്ടുണ്ട്. അവർ തീർച്ചയായും ദൈവവിളിക്കായി, ദൈവ ശുശ്രൂഷയ്ക്കായി അവർ പോയതിൽ ഞാൻ സന്തോഷിക്കുന്നു. ആരെയും ബ്രെയിൻ വാഷ് ചെയ്ത് ഇതിനകത്ത് കൊണ്ടുവരാൻ സാധിക്കുകയില്ല. ഇത് ഞാൻ പറഞ്ഞു, ഇതൊരു ദൈവവിളിയാണ്. ആ വിളിക്ക് ചെവി കൊടുക്കുന്നവർക്ക് മാത്രമേ ഈ ഒരു സന്യാസിനിയാകാനായിട്ട് സാധിക്കുകയുള്ളൂ. വളരെ വ്യക്തമാണ് ചേച്ചി. ദൈവവിളി എന്ന് പറയുന്നത് ആർക്കും കിട്ടുന്ന ഒന്നല്ല. സന്യാസ ജീവിതത്തിലേക്കുള്ള ദൈവവിളി എന്ന് പറയുന്നത് ബ്രെയിൻ വാഷ് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു കാര്യവുമല്ല. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെയുള്ള കാര്യങ്ങൾ പറയുന്നത് വളരെ വലിയ വിഡ്ഢിത്തമായിട്ടാണ് നമ്മൾ കണക്കാക്കേണ്ടത്. ചേച്ചി, അതുപോലെ മറ്റൊരു വിമർശനം ഉയരുന്നത്, അല്ലെങ്കിൽ മറ്റൊരു സംശയമായിട്ട് പറയുന്നത്, നമ്മുടെ സന്യാസ ഭവനങ്ങളിൽ, സന്യാസ മഠങ്ങളിൽ നടക്കുന്നത് അവകാശ ലംഘനങ്ങളാണ് എന്ന് പറയുന്നുണ്ട്. ശരിക്കും നമ്മുടെ സന്യാസ ഭവനങ്ങളിൽ, മഠങ്ങളിൽ അവകാശ ലംഘനങ്ങൾ നടക്കുന്നതായിട്ട് ഒരു അൽമായ എന്ന നിലയിൽ ചേച്ചിക്ക് തോന്നിയിട്ടുണ്ടോ? എനിക്ക് അങ്ങനെ തോന്നിയിട്ടില്ല. ഞാൻ ആദ്യമേ പറഞ്ഞല്ലോ, ഇവരെ കുറിച്ചുള്ള ഒരു അജ്ഞത മൂലമാണ് ഇതെല്ലാം ഇത് പ്രചരിപ്പിക്കുക, മറ്റുള്ളവർ പ്രചരിപ്പിക്കുക.
അവിടെ ഒരു കൂട്ടായ, എന്റെ അടുത്ത് തന്നെ ഒരു കോൺവെന്റ് ഉണ്ട്. ഞാൻ മഠങ്ങളിലെ സിസ്റ്റേഴ്സുമായിട്ട് നല്ല അടുപ്പത്തിലാണ്. അപ്പോൾ അവിടെ ഒരു കൂട്ടായ്മ എല്ലാ തലത്തിലും ഉള്ളതായിട്ടാണ് എനിക്ക് അറിയാനായിട്ട് സാധിക്കുക. പ്രാർത്ഥനയും ഇടവകയിലെ കാര്യങ്ങൾ പങ്കെടുക്കുകയും മറ്റ് എല്ലാ കാര്യങ്ങളും അവര് വ്യാപൃതരാണ്. അവർക്ക് അങ്ങനെ ഒരു വലിയ ഭാവമായി ഒന്നും എനിക്ക് കാണുവാൻ സാധിച്ചിട്ടില്ല. മഠത്തിൽ തന്നെയാണേലും എല്ലാവരും സ്നേഹത്തോടെ ഐക്യത്തോടെയാണ് മുന്നോട്ട് പോകുന്നത്. ചേച്ചി, ഒരു അൽമായ പ്രതിനിധി എന്ന നിലയിൽ നമ്മുടെ സിസ്റ്റേഴ്സിനെതിരെ അല്ലെങ്കിൽ വൈദികർക്കെതിരെ നടക്കുന്ന ഇത്തരത്തിലുള്ള വ്യാജ പ്രചരണങ്ങളെ കുറിച്ച് അത് നടത്തുന്നവരോട് ചേച്ചിക്ക് എന്താണ് പറയാനുള്ളത്? ഞാൻ ആദ്യമേ പറഞ്ഞു, അവര് ചെയ്യുന്ന സേവനങ്ങളെ ഇവർക്ക് മനസ്സിലാകുന്നത്, അല്ലെങ്കിൽ ഇവരെന്താണ് സഭയിൽ ചെയ്യുന്നത് എന്ന് ഈ പറയുന്നവർക്ക് മനസ്സിലാകുന്നില്ല. ആദ്യമേ ഞാൻ പറഞ്ഞു, അവരെ കുറിച്ചൊരു അജ്ഞത. ശരിക്കും നമ്മളെ പോലെ തന്നെ കുടുംബങ്ങളിൽ ജനിച്ചു വളർന്നവരാണ് ഈ അച്ഛന്മാരും സിസ്റ്റേഴ്സും ഒക്കെ. അപ്പോൾ ഓരോരുത്തരും ഓരോ ജീവിത രീതിയിൽ നിന്ന് വന്നവരാണ്. ഓരോരുത്തർക്കും അവരുടേതായിട്ടുള്ള ജീവിത ശൈലിയുണ്ട്. എങ്കിലും സഭയിലും സമൂഹത്തിലും അവര് ഒത്തിരി നന്മകൾ ചെയ്തുകൊണ്ട്, സഭയ്ക്ക് വേണ്ടി ഒത്തിരി ശുശ്രൂഷ ചെയ്തുകൊണ്ട് ആത്മായരായ നമുക്ക് ഒത്തിരി ദൈവ മക്കളെ, ആത്മീയതയിൽ ഒത്തിരി ദൈവമക്കളെ ജനിപ്പിക്കുന്നവരാണ് ഇവര്. സഭയോട് ചേർത്ത് നിൽക്കുന്നവരാണ് കന്യാസ്ത്രീമാരും അച്ഛന്മാരും ഒക്കെ. അവരുടെ ശുശ്രൂഷയെ നമുക്ക് ഒരിക്കലും വിസ്മരിക്കാൻ പാടില്ല. ഓക്കെ ചേച്ചി, വളരെ ക്ലിയർ ആണ്. ചേച്ചി, ഈ ഇത്തരത്തിലുള്ള പ്രചരണങ്ങൾ നടക്കുന്നത് വഴി, അതായത് സിസ്റ്റേഴ്സിനും അച്ഛന്മാർക്കൊക്കെ എതിരെയായിട്ടുള്ള ഇത്തരം പ്രചരണങ്ങൾ വഴി നമ്മുടെ ക്രൈസ്തവ സഭയിൽ ദൈവവിളികൾ കുറയുന്നതായിട്ട് ചേച്ചിക്ക് തോന്നുന്നുണ്ടോ? ഒരിക്കലുമില്ല. അച്ഛന്മാരാകാൻ ഒരിക്കലും ഒരു കുറവ് ഇന്നുവരെ ഉണ്ടായിട്ടില്ല. സിസ്റ്റേഴ്സ് ആകാനായിട്ട് എനിക്ക് തോന്നുന്നു ഇപ്പൊ നിങ്ങൾക്ക് തന്നെ അറിയാം, നമ്മുടെയൊക്കെ കുടുംബങ്ങളില് മക്കള് തീരെ കുറവാണ്. അപ്പം ഉള്ളവർ തന്നെയാണെങ്കിലും പഠിത്തമൊക്കെ കഴിഞ്ഞ് പുറത്തേക്ക് പോകാനായിട്ട് നോക്കുന്നു. യുവതലമുറ ഇവിടെ കുറവാണ്. പിന്നെ ഇതുപോലുള്ള സമൂഹ മാധ്യമങ്ങളിൽ കൂടെയുള്ള പ്രചരണങ്ങളാവാം ഒരുപക്ഷെ സിസ്റ്റേഴ്സ് ആകാൻ പോകാനായിട്ട് കുറച്ച് ഒരു ഇത് കാണിക്കുന്നത്. എങ്കിലും കുട്ടികള് 10ാം ക്ലാസ് കഴിഞ്ഞൊക്കെ പോകാനായിട്ട് സന്മനസ് കാണിക്കുന്നവരുമുണ്ട്. ഇത് നമുക്ക് പറയാതിരിക്കാൻ പറ്റില്ല. ഈ ഒരു സാഹചര്യത്തിൽ പോലും എന്റെ വീട്ടില് എന്റെ മൂത്ത ആങ്ങളയുടെ, അതെന്റെ സഹോദരന്റെ 2 മക്കള് വൈദികരാണ്, ഇരട്ടകളാണ്. ചങ്ങനാശ്ശേരി അതിരൂപതയിലാണ് അവരുടെ ശുശ്രൂഷ ചെയ്യുന്നത്. അപ്പോൾ എനിക്ക് ശരിക്കും പറഞ്ഞാൽ അച്ഛന്മാര് അല്ലെങ്കിൽ സിസ്റ്റേഴ്സ് ഇവരൊക്കെ എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടവരാണ്. കാരണം അവരുമായിട്ട് കൂടുതൽ എനിക്ക് അടുത്തിടപെടാനായിട്ട് ഉള്ള സമയങ്ങൾ കിട്ടിയിട്ടുണ്ട്. എന്റെ ഹസ്ബൻഡിന്റെ ചേട്ടൻ ഒരു വൈദികനാണ്, മിഷൻ ഡോൺ ബോസ്കോ കോൺഗ്രിഗേഷൻ. അപ്പം അച്ഛന്മാരുടെ ശുശ്രൂഷകളെ, അവരുടെ ബുദ്ധിമുട്ടുകളെ, അവരനുഭവിക്കുന്ന ഒറ്റപ്പെടലുകളെ, അവരുടെ വേദനകളെ ഒക്കെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അച്ഛന്മാരുടെ ആയാലും സിസ്റ്റേഴ്സിന്റെ ഒക്കെ ആയാലും നമ്മളൊക്കെ കുറവുകളുള്ള മനുഷ്യരാണല്ലോ. നമ്മൾ ആരും പെർഫെക്റ്റ് അല്ല. സന്യാസികളും അല്ലെങ്കിൽ അൽമായും ആരും പെർഫെക്റ്റ് അല്ല. എല്ലാവർക്കും കുറവുകളുണ്ട്. അപ്പോൾ ഇവരെ സംബന്ധിച്ചിടത്തോളം ഇവർ ഈ കുറവുകളെ എല്ലാം ദൈവത്തോട് ചേർത്ത് വെക്കുകയാണ്, സ്വീകരിച്ചുകൊണ്ട് അതിനെ ദൈവത്തോട് ചേർത്ത് വെച്ചാണ് അവരുടെ പ്രവർത്തനം നടത്തുക. കുടുംബജീവൻ നയിക്കുന്നവരും അങ്ങനെയാണല്ലോ. ഞാൻ എപ്പോഴും ഫാമിലി കൗൺസിലിംഗിൽ വരുന്ന കുട്ടികളോട് പറയാറുണ്ട്, നമ്മളാരും പെർഫെക്റ്റ് അല്ല. പങ്കാളികളിലെ 2 പേരും പെർഫെക്റ്റ് അല്ല, കുറവുകളുണ്ട്. ഈ കുറവുകളെ സന്തോഷത്തോടെ സ്വീകരിച്ച് മുന്നോട്ട് പോകുമ്പോഴാണ് ദൈവം അവിടെ സന്തുഷ്ടനാകുന്നു, ദൈവത്തിന്റെ കൃപ നമുക്ക് ഉണ്ടാകുന്നു. ചേച്ചി പറഞ്ഞ ഒരു കാര്യം വളരെ പ്രസക്തമാണ്. അതായത് നമ്മുടെ ക്രൈസ്തവ കുടുംബങ്ങളിൽ മക്കളുടെ എണ്ണം കുറയുന്നതായിട്ട് തോന്നുന്നുണ്ട്. അപ്പം ഈ നമ്മുടെ ക്രൈസ്തവ കുടുംബങ്ങൾ ഒരു പ്രതിസന്ധിയിലേക്ക് നീങ്ങുന്നതായിട്ട് ചേച്ചിക്ക് എപ്പോഴും തോന്നിയിട്ടുണ്ടോ? അതായത് നമ്മുടെ മക്കളിപ്പം വിവാഹം ചെയ്യാൻ താല്പര്യമില്ല, അതല്ലെങ്കിൽ വർദ്ധിച്ചു വരുന്ന ഒരു പ്രവണതയാണ് ലിവിങ് ടുഗദർ കൺസെപ്റ്റ്. അതുപോലെ വർദ്ധിച്ചു വരുന്ന ഡിവോഴ്സുകളുണ്ട്. ഇതൊക്കെ കാണുമ്പോൾ നമ്മുടെ ക്രൈസ്തവ കുടുംബങ്ങൾ ഒരു പ്രതിസന്ധിയിലേക്ക് നീങ്ങുന്നത് പോലെ തോന്നിയിട്ടുണ്ടോ? തീർച്ചയായിട്ടും ഒരു പ്രതിസന്ധിയായിട്ട് കേട്ടിട്ടുണ്ട്. എനിക്കും ചിലപ്പോഴൊക്കെ തോന്നിയിട്ടുണ്ട്. കാരണം ഞാൻ മുമ്പ് പറഞ്ഞ ഒരു കാരണമാണ്, നമ്മുടെ കുഞ്ഞുങ്ങളൊക്കെ ഒരു ചെറിയ 10ാം ക്ലാസ് അല്ലെ +2 കഴിഞ്ഞ ഉടൻ തന്നെ നമ്മുടെ നാട്ടിൽ നിന്ന് പോകുന്ന ഒരു സാഹചര്യം ഒന്ന്. രണ്ടാമത്
30 വയസ്സിന് മുകളിൽ പ്രായം ഉള്ള യുവജനങ്ങൾ വിവാഹിതരാകാതെ നിൽക്കുന്നത് നമുക്ക് വളരെ വേദനാജനകമാണ്. കാരണം അവര് വിവാഹിതരായെങ്കിലേ നല്ല കുടുംബങ്ങൾ ഉണ്ടാവുകയുള്ളൂ, ആ കുടുംബങ്ങളിൽ നിന്ന് നല്ല മക്കൾ ഉണ്ടാവുകയുള്ളൂ. അപ്പോൾ അത് നമുക്ക് ഏറെ വേദനാജനകമാണ്. അവർക്ക് കല്യാണം കഴിക്കാൻ ഇഷ്ടമില്ലാത്തതുകൊണ്ടാണോ എന്നറിയില്ല. പക്ഷെ നമ്മൾ അതിനുവേണ്ടി ഒത്തിരി ശ്രമിക്കുന്നുണ്ട്. ഇങ്ങനെയുള്ളവർക്ക് വേണ്ടിയിട്ടൊരു മാട്രിമോണി വരെ ഞങ്ങൾ അതിരൂപതയിൽ നടത്തുകയുണ്ടായി. അത് വെച്ചിട്ട് നമുക്ക് കുറച്ചു പേരുടെയൊക്കെ വിവാഹങ്ങൾ നടത്തുവാൻ സാധിച്ചിട്ടുണ്ട്. പിന്നെ ഇന്നത്തെ യുവതലമുറയെ ഇന്നത്തെ പറഞ്ഞു ലിവിങ് ടുഗദറിനെ കുറിച്ച് പറഞ്ഞു. അത് യുവതലമുറ ലിവിങ് ടുഗദർ റിലേഷൻഷിപ്പ് തിരഞ്ഞെടുക്കുന്നു എന്നുള്ളത് ജനറലൈസ് ചെയ്യാൻ പാടില്ല. കാരണം ഞാനിപ്പോ പറഞ്ഞില്ല, ഇത് ഒരു പക്ഷേ 1000-ൽ ഒരാൾ അല്ലെങ്കിൽ 1000-ൽ 1-2 പേരെ ആളുകൾ ഇങ്ങനെ ജീവിക്കുന്നുണ്ടായിരിക്കും. എന്നാൽ ഒരു കാര്യം ശ്രദ്ധിക്കുക, ഞാൻ മുമ്പേ പറഞ്ഞ അതേ കാര്യം, അതിനേക്കാൾ കൂടുതൽ ജനങ്ങൾ അവിവാഹിതരായി കഴിയുന്നു. അപ്പൊ അതുകൊണ്ട് നമുക്ക് അവരെ അവിവാഹിതരായി ജീവിക്കുകയാണെന്ന്, യുവജനങ്ങൾ അവിവാഹിതരായി ജീവിക്കുകയാണെന്ന് പറഞ്ഞു നടക്കാൻ സാധിക്കില്ലല്ലോ. ചേച്ചി, അതുപോലെ നമ്മുടെ കുടുംബ ജീവിതങ്ങളെ കുറിച്ച് പറയുമ്പോൾ ഈ ഇടയായിട്ട്, അതായത് ഈ കാലഘട്ടത്തിൽ ഡിവോഴ്സുകളുടെ എണ്ണം കൂടിക്കൊണ്ട് വരികയാണ്. നമ്മുടെ കുടുംബത്തിന്റെ ഭദ്രത തകരുന്ന ഒരു പ്രക്രിയയാണ് ഈ ഡിവോഴ്സ് എന്ന് പറയുന്നത്. അതേക്കുറിച്ച് ചേച്ചിക്ക് എന്താണ് പറയാനുള്ളത്? കുടുംബ ബന്ധങ്ങളുടെ പ്രശ്നങ്ങൾ കൊണ്ടാണ് ഡിവോഴ്സ് ഉണ്ടാവുക. അപ്പോൾ ഈ പ്രശ്നങ്ങളൊക്കെ നേരത്തെയും ഉണ്ടായിരുന്നു, ഇപ്പോഴുമുണ്ട്. ഞാൻ പറഞ്ഞല്ലോ, ആരും പെർഫെക്റ്റ് അല്ലല്ലോ. അപ്പോൾ ഈ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ, നേരത്തെയൊക്കെ ആണെങ്കിൽ ഒരു പെൺകുട്ടിയെ വിവാഹം കഴിച്ച് അയച്ചതിന് ശേഷം എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ അവൾ വീട്ടിൽ പറയുമ്പോൾ അവിടെ മാതാപിതാക്കൾ അത് സാരമില്ല, അങ്ങനെയൊക്കെയാണ് ജീവിതത്തില്, എല്ലാം സഹിച്ചും ക്ഷമിച്ചും മുന്നോട്ട് പോകണം, നീ ഭർത്താവിന്റെ വീട്ടിലേക്ക് തിരിച്ചു പോകണം എന്ന് പറഞ്ഞേക്കുമായിരുന്നു നേരത്തെ മാതാപിതാക്കൾ. പക്ഷേ ഇപ്പോഴത്തെ മാതാപിതാക്കളോ, അവർ ചെയ്യുന്നത്, മകൾ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ ഉടനെ പറയുന്നത് നീ ഇങ്ങി പോര്. കാരണം എന്താണെന്ന് ചോദിച്ചാൽ അവള് ഇന്ന് സ്വന്തം കാലിൽ നിൽക്കാൻ പ്രാപ്തിയുള്ളവർ. നേരത്തെ സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം, പെൺകുട്ടികളെ സംബന്ധിച്ചിടത്തോളം ഒന്നും അത്രയ്ക്ക് ജോലിയോ അല്ലെങ്കിൽ വരുമാനമോ ഒന്നും ഉണ്ടായിരുന്നില്ല. പക്ഷെ ഇന്ന് പെൺകുട്ടികൾ സ്വന്തം കാലിൽ നിൽക്കാൻ പ്രാപ്തരാണ്. അതുകൊണ്ട് സ്വന്തം അപ്പനും അമ്മയും തന്നെയാണ് ഇതിന് കാരണക്കാരെന്നാണ് എനിക്ക് പറയാനുള്ളത്. ശരിയാണ് ചേച്ചി പറഞ്ഞത്. ഡിവോഴ്സ് എന്ന് പറയുന്നത് നമ്മുടെ കുടുംബ ബന്ധങ്ങളെ തകർക്കുന്ന ഒരു സംഭവമാണ്. അപ്പം അത് തകരാതെ നോക്കേണ്ടത് മാതാപിതാക്കളുടെ കൂടി ഉത്തരവാദിത്തമാണ്. തീർച്ചയായിട്ടും. ചേച്ചി, തിരിച്ച് നമ്മുടെ ക്രൈസ്തവ സന്യാസ ജീവിതത്തെ കുറിച്ച് പറയുമ്പോൾ, ഇത്തരം കുപ്രചാരണങ്ങൾ നടത്തുന്നവരോട് ചേച്ചിക്ക് എന്താണ് പറയാനുള്ളത്? അല്ലെങ്കിൽ ഈ ഇത്തരത്തിലുള്ള പ്രചരണങ്ങൾ അവസാനിപ്പിക്കാൻ നമുക്ക് എന്താണ് ചെയ്യാൻ സാധിക്കുക? അതേക്കുറിച്ച് എനിക്ക് അവരോട് പറയാനുള്ളത്, ആദ്യം സഭയെയും സഭയിലെ സന്യാസിമാരെ അല്ലെ സന്യാസിനിമാരെ കുറിച്ച് അറിയുക. അവരെന്താണ് ചെയ്യുന്നത്? മറ്റുള്ളവര്, സഭയ്ക്ക് പുറത്തായ സന്യാസിമാര് കാണും, അവര് വിമർശിക്കുമ്പോൾ അവരോട് കൂടെ നിന്ന് വിമർശിക്കാതെ ഈ സന്യാസികൾ എന്താണ് ചെയ്യുന്നതെന്നുള്ളൊരു ബോധ്യം ഈ പ്രചരിപ്പിക്കുന്ന ഒരു സമയം, ഇവരെന്താണ് ചെയ്യുന്നതെന്ന് കണ്ടുപിടിക്കാനുള്ള ഒരു സമയം കണ്ടെത്തണമെന്നാണ് ഞാൻ പറയുക. അവരുടെ നന്മകൾ എന്താണ്, അല്ലെങ്കിൽ അവർ പൊതുസമൂഹത്തിന് എന്താണ് ചെയ്യുന്നത് എന്നൊന്ന് കണ്ടുപിടിക്കണമെന്നാണ് എനിക്കുള്ള അപേക്ഷ. വളരെ ശരിയാണ് ചേച്ചി പറഞ്ഞത്. അവരെ കുറിച്ച് കൂടുതൽ അറിയാൻ ശ്രമിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരുപക്ഷെ ഇവരുടെ തെറ്റിദ്ധാരണകളെല്ലാം തന്നെ മാറാനുള്ള സാധ്യതയുണ്ട്. ചേച്ചി, ഈ ഇടയിലായിട്ടാണ് ഇത്തരത്തിലുള്ള സന്യാസ ജീവിത രീതികളെ കുറിച്ചും സന്യസ്തരെ കുറിച്ചൊക്കെ വളരെ മോശമായ കാര്യങ്ങൾ, വളരെ അതിന്റെ തോത്, ഈ പ്രചരണങ്ങളുടെ തോത് വർദ്ധിച്ചത് ഈ ഒരു കാലയളവിലാണ്. അപ്പം അത് നമ്മുടെ ക്രൈസ്തവ സഭയെ ചെളിവാരി തേക്കാൻ വേണ്ടിയുള്ള ഒരു ശ്രമമല്ലേ? ചേച്ചിക്ക് എന്ത് തോന്നുന്നു? തീർച്ചയായിട്ടും ആണ്. ക്രൈസ്തവ സഭയെ ചെളിവാരി എറിയാൻ വേണ്ടി മാത്രം നിൽക്കുന്ന ഒരു സമൂഹമാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഒരാളെ അല്ലെങ്കിൽ ഒരു സമൂഹത്തെ തകർക്കാൻ വേണ്ടി ഏറ്റവും കൂടുതലായി ചെയ്യുന്ന കാര്യം അവരെ അപകീർത്തിപ്പെടുത്തുക എന്നുള്ളതാണ്. അപ്പൊ അത് ഏതു വിധേയനെയാണേലും അത് ചെയ്യണം എന്ന് തീരുമാനിച്ചു വരുന്നവരെടുക്കൽ നമുക്ക് അവരോട് ക്ഷമിക്കാം എന്ന് മാത്രമാണ് പറയാനുള്ളത്. ചേച്ചി, ഇത്തരം ഒരു സാഹചര്യത്തിലൂടെ നമ്മുടെ ക്രൈസ്തവ സഭ മുന്നോട്ട് പോകുമ്പോൾ, അതായത് കുടുംബ ജീവിതങ്ങളിലാണെങ്കിലും പ്രശ്നങ്ങളുണ്ട്, അതേസമയം സന്യാസ ജീവിതം നയിക്കുന്നവരെ കുറിച്ച്
വ്യാജമായ പ്രചരണങ്ങളും നടക്കുന്നുണ്ട്. ഇത്തരം ഒരു പ്രതിസന്ധിയിലൂടെ കടന്നു പോകുമ്പോൾ നമ്മുടെ യുവജനങ്ങളോട് ചേച്ചിക്ക് എന്താണ് പറയാനുള്ളത്? ഇന്നത്തെ യുവജനങ്ങൾ മാധ്യമങ്ങൾക്ക്, പ്രത്യേകിച്ച് മീഡിയയ്ക്ക് അടിമപ്പെട്ടാണ് ജീവിക്കുന്നതെന്ന് എന്ന് പറയാം. കുട്ടികളെ, നമ്മുടെ മാതാപിതാക്കള് നമ്മുടെ കുഞ്ഞുങ്ങളെ ചെറുപ്പം മുതലേ, അതായത് ഒരു കുഞ്ഞ് ഈ ഭൂമിയിൽ പിറന്നു വീണാൽ അതിന്റെ 7 വയസ്സ് വരെ അത് കാണുന്നതും കേൾക്കുന്നതും ഒക്കെ അത് അതിന്റെ തലച്ചോറ് ഫീഡ് ചെയ്ത് വെച്ചിരിക്കുക. പിന്നെ ജീവിതത്തിൽ അവൻ അതാണ് അപ്ലൈ ചെയ്യുക. അപ്പോൾ നല്ല മൂല്യങ്ങൾ, അതായത് ആത്മീയവും ഭൗതികവുമായ മൂല്യങ്ങൾ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് കൊടുത്ത് കുടുംബത്തിൽ വളർത്താത്തതിന്റെ കുഴപ്പം കൊണ്ടാണ് ഇന്ന് ഈ യുവതലമുറ ഈ ഒരു രീതിയിലേക്ക് പോവുക. അത് ഞാൻ മുമ്പ് പറഞ്ഞു, ആത്മീയമാണേലും ആധ്യാത്മികതയാണേലും ഭൗതികമാണേലും എന്തെങ്കിലും അത് മാതാപിതാക്കൾക്ക് അതിനകത്തൊരു വലിയ ഉത്തരവാദിത്വമുണ്ട്. മക്കൾക്ക് നല്ല കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാനും പല മാതാപിതാക്കൾക്കും പേടിയാണ്. കാരണം പറഞ്ഞു കഴിഞ്ഞാൽ അവൻ എന്ത് ചെയ്യും, അല്ലെ അവൻ ആത്മഹത്യ ചെയ്യുവോ, അല്ലെങ്കിൽ തിരിച്ച് മക്കള് മാതാപിതാക്കളെ പേടിപ്പിക്കുന്നു. പല മാതാപിതാക്കളും മക്കളെ പേടിച്ച് ജീവിക്കുന്നവരുണ്ട്. പലരും വിഷമങ്ങൾ പങ്കുവച്ചിട്ടുണ്ട്. യുവതലമുറയുടെ ഈ ഒരു പോക്ക് എന്തുകൊണ്ടും നല്ല ഒരു രീതിയിലുള്ള പോക്കല്ല. കുടുംബങ്ങളില് മാതാപിതാക്കള് അവർക്ക് വേണ്ട കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുക, അവരെ സഭയോടും സമുദായത്തോടും ചേർത്ത് നിർത്തുക, ഇതൊക്കെയാണ് നമുക്കിപ്പോൾ ചെയ്യാനുള്ളത്. ചേച്ചി ഇപ്പം സഭയുമായിട്ട് വളരെ അടുത്ത് പ്രവർത്തിക്കുന്ന ഒരു വ്യക്തിയാണ്. അപ്പൊ ആ നിലയ്ക്ക് നമ്മുടെ സമൂഹത്തിലേക്ക് ഇറങ്ങിച്ചെല്ലാൻ സഭയ്ക്ക് കഴിയുന്നില്ലേ? അല്ലെങ്കിൽ സഭയ്ക്ക് കൂടുതൽ കാര്യങ്ങൾ സമൂഹത്തിന് വേണ്ടി ചെയ്യാൻ സാധിക്കില്ലേ? ചേച്ചിക്ക് എന്ത് തോന്നുന്നു? സഭയുമായിട്ട് അടുത്ത് പ്രവർത്തിക്കുമ്പോൾ ചേച്ചിക്ക് എന്താണ് തോന്നുന്നത്? സഭയിൽ പ്രവർത്തിക്കുക എന്നുള്ളത് ഓരോ ആത്മാവിന്റെയും കടമയാണ്. അത് നാം പ്രാവർത്തികമാക്കേണ്ടത് പ്രാർത്ഥനയിലൂടെയും പ്രവർത്തനങ്ങളിലൂടെയും ഒക്കെയാണ്. സഭ ഒത്തിരി നന്മകൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ സഭയ്ക്കെതിരെ വിമർശനങ്ങൾ വരുമ്പോൾ സഭാ മക്കൾ എന്ന നിലയിൽ സഭയോട് ചേർന്ന് നിൽക്കുക, സഭയുടെ നല്ല പ്രവർത്തനങ്ങളെ, അല്ലെ സഭയുടെ ശബ്ദത്തെ നമ്മൾ മറ്റുള്ളവരിലേക്ക് എത്തിക്കുക, സഭയോട് ചേർന്ന് നിന്ന് നല്ല പ്രവർത്തനങ്ങൾ നടത്തുവാനായിട്ട് തയ്യാറാകുക. ഇന്ന് കുടുംബങ്ങളുടെ ഒക്കെ പ്രശ്നങ്ങളിൽ അല്ലെങ്കിൽ സഭ ഇന്ന് ഒത്തിരി കാര്യങ്ങളിൽ ഇടപെടുന്നുണ്ട്. ഭൗതികമായ കാര്യങ്ങളിലൊക്കെ ഇടപെടാറുണ്ട്. ബഫർ സോൺ വിഷയങ്ങള്, കെയറി, അങ്ങനെ പല പല കാര്യങ്ങളിലും സഭ ഇടപെടാറുണ്ട്. വിദ്യാഭ്യാസ മേഖലകള്, പലതരത്തിലുള്ള സംഭാവനകൾ സഭയ്ക്കുണ്ട്. അപ്പോൾ അതിനെയെല്ലാം മനസ്സിലാക്കിക്കൊണ്ട് സഭയോട് ചേർന്ന് നിന്ന് സഭയുടെ ശബ്ദത്തെ പൊതുസമൂഹത്തിന് അറിയിക്കുക എന്നുള്ളതാണ് ഓരോ അൽമായരുടെയും കടമ എന്ന് ഞാൻ വിശ്വസിക്കുന്നു. വളരെ ശരിയാണ് ചേച്ചി പറഞ്ഞത്. ചേച്ചി പറഞ്ഞ കാര്യങ്ങളൊക്കെ നമ്മുടെ യുവജനങ്ങൾക്ക് ഒരു പ്രചോദനമാകുമെന്ന് വിശ്വസിക്കുന്നു. ചേച്ചിയുടെ ഇത്രയും വിലപ്പെട്ട സമയം ഞങ്ങൾക്ക് വേണ്ടി ചെലവഴിച്ചതിന് ഒരുപാട് നന്ദി. താങ്ക് യു സോ മച്ച്. താങ്ക് യു. എന്നെ ഇതിന് ക്ഷണിച്ചതിനും പ്രത്യേകം നന്ദി. ക്രൈസ്തവ സന്യസ്തരെക്കുറിച്ച് നടത്തുന്ന തെറ്റായ പ്രചരണങ്ങളെക്കുറിച്ചും അവരുടെ ഉദ്ദേശങ്ങളെക്കുറിച്ചുമാണ് നൈറ്റ്സ് ടെംപ്ലർ ഇന്ന് ചർച്ച ചെയ്തത്. ഈ ചർച്ചയിൽ നിന്നും നമുക്കൊരു കാര്യം വളരെ വ്യക്തമായിട്ടുണ്ട്. അതായത് ദൈവവിളി എന്ന് പറയുന്നത് തടഞ്ഞു നിർത്താൻ പറ്റുന്ന ഒന്നല്ല. ചില പ്രചരണങ്ങൾ കൊണ്ട് മാത്രം അത് ഒരിക്കലും ഇല്ലാതാവുകയുമില്ല. ക്രൈസ്തവ സന്യാസ ജീവിതത്തെക്കുറിച്ച് പ്രേക്ഷകർക്കുണ്ടായ ചില സംശയങ്ങൾക്കെങ്കിലും ഇവിടെ വ്യക്തത വന്നിട്ടുണ്ട് എന്ന് ഞങ്ങൾ വിചാരിക്കുന്നു. അടുത്ത ആഴ്ച മറ്റൊരു വിഷയവുമായി നൈറ്റ്സ് ടെംപ്ലർ വീണ്ടും കണ്ടുമുട്ടാം. അതുവരേക്കും ഗുഡ് ബൈ.